സുഹൃത്തുക്കളെ, ഈ വീഡിയോ മുഴുവനായിട്ടൊന്ന് കേൾക്കണം. നിങ്ങളുടെ മക്കളുടെ SSLC റിസൾട്ടൊക്കെ വന്നിട്ട് അൽഹംദുലില്ലാ ഫുള്ളി A+ കിട്ടിയതിനാലോ അല്ലെങ്കിൽ നല്ല മാർക്കോടെ വിജയിച്ചതിനാലോ നിങ്ങളുടെ കുടുംബത്തിലൊക്കെ നല്ല സന്തോഷങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയായിരിക്കും. എന്നാൽ നേരം വെളുക്കുന്നത് വരെ വേദന കൊണ്ട് പുളഞ്ഞ് ഒരിറക്ക് വെള്ളം പോലും ഇറക്കാനാവാതെ ഒരു പൊന്നുമോള് ഒറ്റയ്ക്ക് എഴുതി തീർത്ത പരീക്ഷയുടെ SSLC പരീക്ഷയുടെ റിസൾട്ടാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. എന്നാൽ സങ്കടകരമെന്ന് പറയട്ടെ, റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ നമ്മോടെല്ലാവരോടും യാത്ര ചോദിച്ചിട്ട് ആ പൊന്നുമോൾ ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ്. രോഗം തൻ്റെ ശരീരത്തിൽ കടിച്ചു കീറിയ വേദനയെ ക്ഷമിച്ചുകൊണ്ട് സഹിച്ചുകൊണ്ട് ആ പിഞ്ചുമോൾ എഴുതിയെടുത്ത പരീക്ഷയുടെ റിസൾട്ട് കണ്ടപ്പോൾ കണ്ണ് നിറഞ്ഞുപോയി. എന്നാൽ റിസൾട്ട് വന്നപ്പോൾ ആ റിസൾട്ട് കണ്ട് നാം ഓരോരുത്തരും സന്തോഷിച്ചപ്പോൾ താൻ കഠിനാധ്വാനം കൊണ്ട് പരിശ്രമം കൊണ്ട് നേടിയെടുത്ത A+ കാണാൻ ആ പൊന്നുമോള് അതിനു മുമ്പ് നമ്മോടെല്ലാവരോടും യാത്ര ചോദിച്ച് പടച്ചോൻ്റെ സ്വർഗത്തിലേക്ക് യാത്രയായിരിക്കുകയാണ്. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്തു തരണം. ഒരു ഫാത്തിഹ മാത്രം. എൻ്റെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലുമായിട്ട് നിങ്ങൾ 15 ലക്ഷത്തോളം പേര് എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. എല്ലാവരും കേൾക്കുമെന്നൊന്നും എനിക്ക് ഉറപ്പില്ല. പക്ഷേ ഇത് കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഒരു ഫാത്തിഹയെങ്കിലും ഓതിയിട്ട് ആ പൊന്നുമോളുടെ ഖബറിലേക്ക് ഹദിയ ചെയ്യണം. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക്, കുടുംബങ്ങളിലേക്ക്, കുടുംബമിത്രങ്ങളിലേക്ക് ഈ വീഡിയോ എന്ന് എത്തിച്ചു കൊടുത്തിട്ട് അവരോടും ഫാത്തിഹ ഓതാൻ പറയണം. കഴിയുമെങ്കിൽ യാസീനും ഓതണം. എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, ഞാൻ മരണപ്പെടുമ്പോൾ എന്നെ സ്നേഹിച്ച് എൻ്റെ ഒപ്പം കൂടിയ നിങ്ങൾ ഓരോരുത്തരും എനിക്ക് വേണ്ടി എന്തെങ്കിലും ഒരു ഫാത്തിഹയെങ്കിലും ഓതുമെന്നുള്ള ഉറപ്പ് എനിക്കുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുമ്പോൾ നിങ്ങൾ അവിടെ ഉണ്ടാക്കിയെടുക്കുന്നത് ഭാവിയിലേക്കുള്ളൊരു ഇൻവെസ്റ്റ്മെൻ്റാണ്. നിങ്ങൾ നന്മ ചെയ്യുമ്പോൾ, നിങ്ങൾ മരണപ്പെടുമ്പോൾ, ഈ പറയുന്ന ഞാനും ഇത് കേൾക്കുന്ന നിങ്ങളും മരണപ്പെടുമ്പോൾ നമുക്ക് വേണ്ടിയും ഫാത്തിഹകളും യാസീനും ഓതി ഖബറിൽ കിടക്കുന്ന നാമെന്ന മയ്യത്തുകളെ സന്തോഷിപ്പിക്കാൻ ഒരു തലമുറ നമുക്ക് ശേഷം വേണം. അള്ളാഹു സ്വീകരിക്കട്ടെ. പൊന്നുമോളുടെ ഖബറിടം അള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. നിങ്ങളുടെ സ്വകാര്യമായ പ്രാർത്ഥനകളിൽ ആ പിഞ്ചുമോൾ നിങ്ങൾ ഉൾപ്പെടുത്തണം. അവരുടെ കുടുംബത്തിന് റബ്ബ് ക്ഷമയും സമാധാനവും നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.